നമസ്കാരം. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കുകയും ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് പല കാര്യങ്ങളും പ്രവർത്തന തലത്തിൽ കൊണ്ടുവരുന്നതിന്റെ വെളിച്ചത്തിൽ ഈ ജൂൺ മാസം മുതൽ അതിനൊരു നേട്ടം, സാമ്പത്തികമായുള്ള പുരോഗതി, അംഗീകാരം, സ്വീകാര്യത എന്ന് വന്നു ചേരുവാനിടയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ കർമ്മമണ്ഡലങ്ങളിൽ ചില ധ്രുവീകരണത്തിന് തയ്യാറാകുവാനും അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാനുമുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. തൃപ്തിയായ വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനിടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. മക്കളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വികസിത രാഷ്ട്രത്തിലേക്ക് മാസങ്ങളോളം താമസിക്കുവാനായിട്ട് യാത്ര പുറപ്പെടുവാൻ സാധ്യത കാണുന്നു. പുരോഗതിയില്ലാത്ത വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ഒഴിവാക്കി അഥവാ വിൽപ്പന ചെയ്ത് അഥവാ മാസ വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് വ്യാപാര മേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൃത്യമായുള്ള ഒരു ദിശാപദ്ധതിയോടുകൂടി തന്നെ പുതിയ ആവിഷ്കരണ ശൈലി അവലംബിക്കുവാൻ ഇടയുണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനിടയുണ്ട്. ഉദ്യോഗത്തിനോടനുബന്ധമായി ഭാവിയിലേക്ക് ഇനിയും ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനും അതിനോടനുബന്ധമായി ഒരു വിദേശ ഭാഷ പഠിക്കുവാനുമുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും സുഹൃത്തുക്കൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതായത് വിധിയെ കുറ്റം പറയാതെ ധാരാളം പ്രയത്നിക്കുക, പ്രവർത്തിക്കുക എന്ന ആശയം ജോലി തന്നെയാണ് ഈശ്വരൻ എന്ന സങ്കല്പത്തോടുകൂടി പ്രയത്നിച്ചോളൂ എന്ന നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. പലപ്പോഴും ഉൾക്കൊള്ളാത്ത പലരും അത് ഉൾക്കൊള്ളുന്നതിന്റെ സാഹചര്യത്തിൽ കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗമുണ്ട്. വേണ്ടപ്പെട്ട അവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിക്കും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാനും ഒരുപക്ഷെ അവരുടെയും വേണ്ടപ്പെട്ടവർക്ക് പഠിക്കുന്നതിനു വേണ്ടിയും മംഗളകർമ്മങ്ങൾക്ക് വേണ്ടിയും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാൻ അവസരം വന്നു ചേരും. ജാമ്യം നിൽക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്ന് പിന്മാറുന്നത് നന്നായിരിക്കും. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ അമ്മയ്ക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ വന്നു ചേരുവാനും ആശുപത്രിവാസത്തിനും ഒരുപക്ഷെ ഒരു 4-5 ദിവസം അവധിയെടുത്തും കൊണ്ട് ഒരുമിച്ച് ആശുപത്രി താമസിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം, പരിരക്ഷകളോടുകൂടി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പുതിയ കാൽവെപ്പുകൾ വന്നു ചേരുവാനും ഇതിന്റെ വെളിച്ചത്തിൽ സാമ്പത്തികമായിട്ടുള്ള സഹായം ഉണ്ടാവും. ഒരു കർഷകന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി പുതിയതായിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ കൃഷി വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ഇതിന് ഉപോത്ബലകമായി തീരുവാനും ഇടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്ന പക്ഷം എല്ലാ വിധത്തിലുള്ള സ്വീകാര്യതയും വന്നു ചേരുവാനിടയുണ്ട്. പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് ഇനി 3-4 മാസത്തേക്ക് അവസരങ്ങൾ വളരെ കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ സമാധാനത്തോടുകൂടി തന്നെ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി തന്നെ പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സത്ശീലങ്ങൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് യോഗയും പ്രാണായാമവും ഭക്ഷണ ക്രമീകരണങ്ങളും ശീലിക്കുവാൻ അവസരം വന്നു ചേരും. അമിത വേഗതയിലുള്ള വാഹന ഉപയോഗം ആവുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പ്രവർത്തന മണ്ഡലങ്ങളിൽ പല വിധത്തിലുള്ള അബദ്ധങ്ങൾ വന്ന് ചേരുവാനിടവരുമെങ്കിൽ പോലും അതിനെല്ലാം തന്നെ അതിജീവിക്കാൻ തക്കവണ്ണം ഉള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും
അതിന് തക്കവണ്ണമുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും ഇടയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തിന്റെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് യാത്രകൾ വേണ്ടി വരുവാനിടയുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ വേണ്ട പോലെ വന്നു ചേരുന്നതിന്റെ വെളിച്ചത്തിൽ സ്വല്പം അതിശയോക്തി കലർന്ന സംസാര രീതികളാണെങ്കിൽ പോലും കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ നടക്കും. എന്നാൽ അഹംഭാവം ആവുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് സാമ്പത്തികമായുള്ള വരുമാന മാർഗം ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി ക്രമാനുഗതമായുള്ള പുരോഗതിയൊക്കെ ഉണ്ട്. ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്ന സങ്കല്പത്തോടുകൂടി വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുവാനുള്ള അവസരം വന്നു ചേരും. മാതാപിതാക്കളുടെ നിർബന്ധത്താൽ വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം വരച്ച പ്ലാനിന് ചില പരിവർത്തനങ്ങളൊക്കെ നടത്തുവാനും സാധ്യതയുണ്ട്. ജീവിത മാർഗത്തിന് വളരെ കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കുവാനിടയും വന്നു ചേരുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കും. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. പ്രണയബന്ധം സഫലമാകുന്നത് വഴി നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ അവസരം വന്നു ചേരും. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാൻ ഇടവരുമെങ്കിൽ പോലും കാര്യകാരണ സഹിതം കാരണങ്ങളെല്ലാം സമർപ്പിക്കുന്നതിന്റെ വെളിച്ചത്തിൽ മേലധികാരികൾക്കും ഉടമസ്ഥർക്കുമുള്ള മിഥ്യധാരണകളെല്ലാം ഒഴിവാകുവാൻ ഇടയുണ്ട്. സൽക്കർമ്മങ്ങൾക്കും പുണ്യപ്രവൃത്തികൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സർവാത്മന സഹകരിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും അതിലുപരി സൽകീർത്തിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. പല വിധത്തിലുള്ള ദേഹക്ഷീണം വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും സാംക്രമിക രോഗങ്ങളെ കൊണ്ടാണ് അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണമുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ വേണ്ടിവരുവാനും യോഗമുണ്ട്. ഇതാണ് അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ജൂൺ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ ആദർശങ്ങളൊക്കെ നല്ലതാണെങ്കിൽ പോലും വളരെ ആത്മാർത്ഥമായിട്ടും ലക്ഷ്യപ്രാപ്തിയോടുകൂടിയും പ്രായോഗിക വശം ചിന്തിച്ചു മാത്രം പ്രവർത്തിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം തന്നെ ലക്ഷ്യപ്രാപ്തിയിലെത്തുകയുള്ളൂ എന്ന നിർദ്ദേശങ്ങൾ അനുഭവജ്ഞാനമുള്ളവരിൽ നിന്നും സ്വീകരിക്കുക തന്നെ ആയിരിക്കും ഏറ്റവും നന്നാവുക. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് 2023 നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. എന്നാൽ 2024 മെയ് മാസം മുതൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടായതിന്റെ വെളിച്ചത്തിൽ സാമ്പത്തികമായിട്ട് പുരോഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജീവിത നിലവാരം വർദ്ധിച്ചു വരുന്നതിനാൽ സ്വല്പം കൂടി വിസ്തൃതിയുള്ള ഗ്രഹത്തിലേക്ക് മാറി താമസിക്കുക എന്ന സങ്കല്പത്തോടുകൂടി പണി ചെയ്തു വരുന്ന ഗ്രഹം വാങ്ങിക്കുവാനായിട്ട് അന്വേഷണം ആരംഭിക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ ജൂൺ മാസത്തിൽ കണ്ടെത്തുവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഓഗസ്റ്റ് സെപ്റ്റംബറോടുകൂടി അങ്ങനെയുള്ള ഗ്രഹം കണ്ടെത്തുവാൻ സാധ്യതയുണ്ട്. അന്തിമ നിമിഷത്തിൽ ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിൽ വന്നു ചേരുവാനും വന്നു പോകുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അവധിക്ക് അപേക്ഷകൾ നൽകുവാനും ഇടയുണ്ട്. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുവാൻ അവസരം വന്നു ചേരും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധ്യതയുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നിയന്ത്രണത്തോടുകൂടി വാഹനം ഉപയോഗിക്കേണ്ടതാണ്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും അനുദിനം വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങൾ കണക്കിലെടുത്ത് ചിലർക്ക് മറ്റു രാഷ്ട്രങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും വേറെ ചിലർക്ക് ഇന്ത്യയിലേക്ക് വന്നു ചേരുവാനും, അതായത് ചെലവിനങ്ങൾ വർദ്ധിക്കുന്നതിന്റെ വെളിച്ചത്തിൽ നീക്കിയിരിപ്പ് വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു പോരുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ ആദ്യം കുടുംബാംഗങ്ങളെ മാറ്റി പാർപ്പിക്കുവാനും പിന്നീട് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ജന്മനാട്ടിലേക്ക് പോരുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. പിതൃതുല്യനായിട്ടുള്ള ബന്ധുവിന്റെ അകാല വിയോഗത്തിൽ അതീവ ദുഃഖം അനുഭവപ്പെടുവാനിടയുണ്ട്. പലപ്പോഴും നിലവിലുള്ള ഗ്രഹത്തിൽ ചിലർക്ക് അസുഖങ്ങൾ വന്നു ചേരുക, മറ്റു ചിലർക്ക് ജോലിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വേറെ ചിലർക്ക് വിമ്മിഷ്ടങ്ങൾ അനുഭവപ്പെടുക,
മറ്റു ചിലർക്ക് അസുഖങ്ങൾ പിടിപെടുക, ഇങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഗ്രഹത്തിൽ വന്നു ചേരുന്നതിന്റെ വെളിച്ചത്തിൽ വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം ചില പരിവർത്തനങ്ങൾ തയ്യാറാകുവാനും അതിനുള്ള തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഏറ്റെടുക്കുവാനും വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുത്തും കണ്ട് തുടക്കം കുറിക്കുവാനും അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പല വിദ്യാർത്ഥികൾക്കും ഫെബ്രുവരി മാസത്തിൽ തന്നെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു, അതൊക്കെ വിജയിച്ചു. എന്നിരുന്നാൽ പോലും താൽക്കാലികമായിട്ടുള്ള ജോലിയുള്ള പലർക്കും ഈ ജൂൺ മാസത്തിൽ തന്നെ സ്ഥിരം ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരും. നല്ലൊരു തസ്തികയോടുകൂടിയതായിട്ടുള്ള ജോലി വന്നു ചേരുന്നത് ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടവരും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. നിർത്തിവെച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കാൻ സാധ്യത കാണുന്നു. പുതിയ ആശയങ്ങൾ പ്രവർത്തന തലത്തിൽ കൊണ്ടുവരുവാനായിട്ട് പലപ്പോഴും സഹപ്രവർത്തകരുടെ സഹായ സഹകരണവും മുമ്പ് ജോലിയിലിരുന്ന മേലധികാരികളുടെ നിർദ്ദേശങ്ങളും ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. കാർഷികമായുള്ള വിളകളിൽ അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പൗരാണിക സമ്പ്രദായവും ആധുനിക സംവിധാനവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ശീലിച്ചു വരുന്ന ഭക്ഷണ ക്രമീകരണങ്ങൾ, യോഗ, പ്രാണായാമമൊക്കെ ഇനി അടുത്ത ഒരു സ്റ്റേജ് എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം, ഒരുപക്ഷെ പഠിക്കുന്നത് മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കാൻ തക്കവണ്ണം ഉള്ള ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ച് പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും കഴിഞ്ഞ 2023 അവസ്ഥ കണക്കിലെടുത്ത് സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനും നല്ലത് സ്വീകരിച്ച് നല്ലതല്ലാത്തത് പലതിനെയും പിന്തള്ളപ്പെട്ടും കൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി ഏതൊരു കാര്യത്തെയും അവലംബിക്കുവാനും ഉള്ള സാഹചര്യങ്ങളെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അർപ്പണ മനോഭാവത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. സുപ്രധാനമായുള്ള കാര്യങ്ങൾക്ക് സുവ്യക്തമായുള്ള നിർദ്ദേശങ്ങൾ തേടുവാനിടവരും. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. പലപ്പോഴും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് സ്വയം ഭരണാധികാരം ലഭിച്ചതിനാൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായിട്ട് അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ചില ജോലിക്കാർക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും ഉടമസ്ഥർക്ക് അത് തൃപ്തിയായതിനാൽ ആത്മവിശ്വാസത്തോടുകൂടി അവലംബിക്കാൻ ഇടവരും. സഹപാഠികളോടൊപ്പം ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് വിനോദയാത്രയ്ക്ക് വേണ്ടതായുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടയുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ആരോഗ്യ പ്രവർത്തനങ്ങൾക്കോ സർവാത്മന സഹകരിക്കും. കഫ നീർദോഷ രോഗപീഠകളാൽ ഗൃഹത്തിൽ ഇരുന്നും കൊണ്ട് ജോലി ചെയ്യുവാനുള്ള അവസരം അല്ലെങ്കിൽ അതിനുവേണ്ടി തീരുമാനിക്കും. അധികൃതരുടെ പ്രത്യേക പരിഗണനയിൽ ഒരു വിഭാഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഒരു പക്ഷെ കഴിഞ്ഞ 2 വർഷമായിട്ട് ജോലിയോടൊപ്പം സുരക്ഷിതമായിട്ടുള്ള ഭാവിയിലേക്ക് ഗുണകരമായുള്ള പാഠ്യപദ്ധതി ഇതിന് ഉപബലകമായി തീരുവാൻ ഇടയുണ്ട്. കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ അവസരം വന്നു ചേരും. സുവ്യക്തമായിട്ടുള്ള കർമ്മപദ്ധതികൾക്ക് പണം മുതൽ മുടക്കാൻ തീരുമാനിക്കും. ഒരുപക്ഷെ സുഹൃത്തിന്റെ സഹായം കൂടി ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി
കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനും അതിൽ പണം മുതൽ മുടക്കി ലാഭം ലഭിക്കത്തക്ക വിധത്തിൽ പ്രയത്നിക്കാനുമുള്ള അവസരം ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്.